അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാനഡയിലുള്ള ഞങ്ങളുടെ വീട് കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ആ സ്ട്രീറ്റാണ്. പിന്നെ ലൈനായിട്ട് കുറേ വീടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഈ സൈഡിൽ കാണുന്നതാണ് ഹൗസ് നമ്പർ. നമ്മൾ ഇതാണ് എൻട്രൻസ്, ഡോറ്. ഡോറിനൊരു നമ്പർ ലോക്കാണ്. ഇതൊക്കെ ഞങ്ങൾ കസ്റ്റം ചെയ്തതാണ്. എല്ലാ വീട്ടിനും ചിലപ്പോൾ വന്നോളണമെന്നില്ല. ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഓൾമോസ്റ്റ് 2 വർഷമായി കേട്ടോ. ഞങ്ങളുടെ എൻട്രൻസ് ജസ്റ്റ് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കയറി വരുന്ന അവിടെ തന്നെ ഒരു ചെറിയൊരു ഒരു ക്ലോസറ്റ് ഞങ്ങൾ പറയാം. ഈ ഷെൽഫ് നമ്മൾ കോട്ടും വിൻ്റർ ജാക്കറ്റും ഷൂവും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കുറച്ച് ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊരു ഫസ്റ്റ് ഒരു ഗസ്റ്റ് ഏരിയ എന്ന് പറയാം. 2 സോഫയും അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പായിട്ട് ഇങ്ങനെ ചെറിയൊരു ലാമ്പും ചെറിയൊരു ബൗളിലൊരു മണി പ്ലാന്റും ഒരു വാൾ ഡെക്കോറും ഒക്കെ ആയിട്ട് ഉണ്ട്. നെക്സ്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പം അടുത്തൊരു ഒരു കൈൻഡ് ഓഫ് ഒരു ലൈനിലൊരു 3 സ്പേസായിട്ട് ഡിവൈഡ് ചെയ്താണ്. 4 സ്പേസ് ആക്ച്വലി. ഇതൊരു സ്റ്റഡി റൂമാണ് കുട്ടികളുടെ. ഇവിടെ ഒരു ടേബിളും ഞാൻ ചെറിയ വിളക്കൊക്കെ വെക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഒരു പിയാനോ, ഓൺലൈനായിട്ട് കുട്ടികൾ പിയാനോ ഒക്കെ പഠിക്കുന്നുണ്ട്, അതിൻ്റെയാണ്. സൈഡിൽ ചെറിയ തെർമോസ്റ്റാറ്റാണ്, ഒരു ബ്ലാക്ക് തിങ് ഓൺ ദ വാൾ, അത് തെർമോസ്റ്റാറ്റ്. അതാണ് വീട്ടിലെ ഹീറ്റും AC ഒക്കെ സ്വിച്ച് ചെയ്യുന്ന വിൻ്ററിലും സമ്മറിലും ഒക്കെ. ഇതൊരു ഡൈനിങ് ഏരിയയാണ്, ഗസ്റ്റ് ഡൈനിങ് ഏരിയ. ഇവിടെ ഒരു വലിയൊരു ടേബിളും ഒരു 8-9 ചെയറും ഒക്കെ ആയിട്ടുണ്ട്. ചെറിയ ഈ ഹച്ച് പോലത്തെ ഒരു സാധനമുണ്ട് ഈ നമ്മുടെ ക്രോക്കറീസൊക്കെ സൂക്ഷിക്കാനായിട്ട്. പിന്നെ മുമ്പിലേക്ക് പോകുമ്പം റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്സ്റ്റേഴ്സിലേക്കുള്ള സ്റ്റെപ്സാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് വേറൊരു ഒരു റിസപ്ഷൻ കൈൻഡ് ഓഫ് ഒരു ഗസ്റ്റ് ഏരിയ എന്ന് തന്നെ പറയാം. ഇവിടെ ഇങ്ങനെ ഒരു സോഫയും ഇതൊക്കെ ഉണ്ട്, ടേബിൾ, കുറച്ച് ഡെക്കറേഷൻസ് കൈൻഡ് ഓഫ് ഒരു ബോർഡ് ഐ ഡോണ്ട് നോ എന്താ പറയുകയെന്നറിയില്ല, എന്തോ ഒരു വാൾ ഡെക്കോർ എന്ന് പറയാം. പിന്നെ ഈ കാണുന്നത് ഇവിടെ ഞങ്ങൾ TV ഒക്കെ കാണുന്ന ഒരു സ്ഥലം, ഒരു TV ഉണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് കാണുന്നത് TVൻ്റെ അടിയിലായിട്ട് കാണുന്നത് ഇതാണ് ഫർണസ് എന്ന് പറയും. നമുക്ക് വിൻ്ററിലൊക്കെ കുറച്ച് ഹീറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഫയർ ചെയ്യും. എനിക്കൊന്നൊരു ഫോൾസ് വുഡാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഗ്യാസും നിറച്ചിട്ടുള്ള. അപ്പോൾ അത് കത്തി നല്ലപോലെ ചൂട് വരും. ഇവിടെ ചെറിയൊരു കറിവേപ്പിലേൻ്റെ പ്ലാന്റ് ഉണ്ട്. ഉള്ളിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നതാണ്. പിന്നെ ഇത് പുറത്തേക്കുള്ള ഡോറാണ്, ബാക്ക് യാർഡിലേക്ക്. അപ്പം ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് യാർഡിൽ ഫെൻസൊന്നും ഇട്ടിട്ടില്ല, കാരണം അതൊരു പുതിയ ഡെവലപ്പിംഗ് ഏരിയ ആയതുകൊണ്ട് ഫെൻസൊക്കെ വരുന്നേ ഉള്ളൂ. ഇതൊക്കെ എല്ലാ വീടിൻ്റെയും ബാക്ക് യാർഡാണ്. നമ്മൾ അപ്പുറത്തെ സൈഡാണ് കേട്ടോ. നല്ല കാറ്റാണിന്ന്. പിന്നെ ഇത് കിച്ചൺ. ഇവിടെ ഒരു മൈക്രോവേവ് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കിച്ചൺ കബോർഡ്സ്, മൈക്രോവേവാണിത്, കിച്ചൺ കബോർഡ്സ്. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് അല്ല ഗ്യാസ് സ്റ്റൗ ഉണ്ട്. ഇതൊക്കെ കിച്ചൺ. ഇവിടെ ഒരു ബാർ സ്റ്റൂൾ കൈൻഡ് ഓഫ് സെറ്റപ്പ് ഉണ്ട്. ഈ എന്താണ് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന ഏരിയ, ഫ്രിഡ്ജ്. പിന്നെ അവിടെയും ലോങ് കബേർഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരിത്. ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഓഫ് കിച്ചണാണ്. അപ്പം കണ്ടോ, ആ ഈ കിച്ചൻ്റെ ഏരിയയും അപ്പുറത്തുള്ള ലിവിങ് ഏരിയയും കൂടെ ഓൾമോസ്റ്റ് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, പക്ഷെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൽ കിച്ചണിന് ഇങ്ങനെ പോയ ഇവിടെ ഒരു ഈ ഡോറ് തുറക്കുന്നത്, ഇത് ഗ്യാസ് സ്റ്റൗ ആണ്. അതിനിങ്ങനെ നമുക്ക് അത് ബേക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. കേക്കും അങ്ങനത്തെ ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്യാം. പിന്നെ ഇത് ഈ കിച്ചൻ്റെ ഡോറ് ബാക്കിലേക്ക് തുറന്നു പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ താഴത്തേക്ക് പോകുന്ന ബേസ്മെൻറ്റ്. ഇവിടെ ഒരു ചെറിയ ഒരു ക്ലോസറ്റ് സ്പേസ് ഉണ്ട്. നമുക്ക്
ഈ അധികം ഈ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പാക്കറ്റ് ഐറ്റംസൊക്കെ വെക്കാൻ. ഒരു ചെറിയൊരു ഇരിക്കുന്ന ഒരു സ്ഥലം കിച്ചണിൻ്റെ ബാക്കിലായിട്ട്, ഡേ ഡ്രീമിങ്ങിൻ്റെ പ്ലേസ് എന്ന് പറയാം. പിന്നെ ഇത് തുറക്കുന്നത് ഗരാജിൽ, ഒരു ഡോർ തുറക്കുന്നത് ഗരാജിലേക്കാണ്. അപ്പം ഇവിടെ ഒരു കാറ് നിർത്തിയിട്ടുണ്ട്, ഫ്രണ്ടിൽ ഒരു കാറുണ്ട്. ഞങ്ങൾക്ക് 2 കാറുണ്ട്, 2 പേരും ജോലിക്ക് പോകുന്നതുകൊണ്ട് 2 കാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഇലക്ട്രിക് കാറാണ്, ടെസ്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ വേറൊരു ഇതിൽ ചെയ്യും കേട്ടോ. അതിപ്പം ചാർജിൽ ഇട്ടിരിക്കുകയാണ്. എനിക്ക് ടെസ്ലയെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യും. ഗരാജ് നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്പണർ ഉണ്ട്, അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അത് പിന്നെ ഇപ്പം നമ്മൾ ആ മുമ്പിൽ നേരത്തെ നിന്ന സ്ഥലം, ആ സ്ട്രീറ്റിലേക്കായി ഗരാജ് തുറന്നു വരുന്നത്. ഇതാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ക്ലോസറ്റ് സ്പേസ് വേറെ ഉണ്ട്. ഇപ്പം നമ്മൾ നല്ല വിൻ്ററൊക്കെ ആണെങ്കിൽ ജാക്കറ്റൊക്കെ കൊളുത്തി അതിൽ കയറി വന്നിട്ട് കൊളുത്തിയിടും. പിന്നെ ഇത് ബേസ്മെൻറ്റ് കുറച്ച് ഡാർക്ക് ആയിരിക്കും കേട്ടോ, അത്ര വെളിച്ചം ഉണ്ടാവില്ല, ആകെ 2 ലൈറ്റ്സേ ഉള്ളൂ. അപ്പം ഞങ്ങളിവിടെ ബേസ്മെൻറ്റ് ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അവിടെ ഒരു സോഫയും കുറച്ച് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന സാധനങ്ങളും, ഷെൽഫ്, പിന്നെ നമ്മൾ സെയിലൊക്കെ വരുമ്പോഴത്തേനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ, സോപ്പ് സൊല്യൂഷൻ അങ്ങനെയുള്ള, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ, ഇവിടെ ഒരു ചെറിയ സോഫയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു നായുണ്ട്, ലെക്സി, അതിൻ്റെ ഒരു കൂടാണ് അവിടെ കിടക്കുന്നത്. ഞങ്ങൾ തുറന്നിട്ടില്ല കേട്ടോ, എന്നും തുറന്ന് വിടുന്ന, ഞങ്ങൾ കൂട്ടിൽ നോക്കാറില്ല, രാത്രി കൂട്ടിലാക്കുള്ളൂ. പിന്നെ ഇത് മുകളിലേക്ക് നേരത്തെ കണ്ട സ്പേസാണ്, അപ്സ്റ്റേഴ്സിലേക്ക് പോകുന്ന സ്റ്റെപ്സാണ്. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഇങ്ങനെ കയറി വരുന്ന അവിടെ ഒരു കട്ടനും ഇതായിട്ട്, അത് തന്നെ കട്ടനൊക്കെ എപ്പോഴും തന്നെ ക്ലോസ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. അപ്പുറത്തെ വീടാണ് കാണുന്നത്. ഇതിലേ പോകുമ്പം ഞങ്ങളുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ 2 നൈറ്റ് ടേബിളും 2 നൈറ്റ് ലാമ്പും ഒക്കെ ആയിട്ട്, പിന്നെ അറ്റത്ത് ഓൾമോസ്റ്റ് കോർണറിൽ ഒരു ചെറിയ ക്രിബ് ഉണ്ട്. എൻ്റെ ചെറിയ മോളുണ്ട്, 10 months ആയി. മോളുടെ ക്രിബും കുറച്ച് സാധനങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ക്രിബും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പോകുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാഷ്റൂമാണ്. 2 സൈഡിൽ 2 ക്ലോസറ്റ് ഉണ്ട്. ഒന്ന് എൻ്റെ ക്ലോത്ത്സ് വെക്കുന്നു, ഒന്ന് ഹസ്ബൻഡിൻ്റെ ക്ലോത്ത്സ് വെക്കുന്നു. ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ഷെൽഫൊന്നും ഇടാറില്ല കേട്ടോ, ഇങ്ങനെ ഒരു സ്പേസ് ആയിരിക്കും. ഈ ചിലപ്പോൾ അതിങ്ങനെ എല്ലാവരും കസ്റ്റം മെയ്ഡായിട്ട് ഷെൽഫൊക്കെ ഉണ്ടാക്കും അതിൻ്റെ ഉള്ളിൽ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് വാഷ്റൂം. ഇവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്കായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു സ്റ്റാൻഡിങ് ഷവർ. ഞാൻ നല്ലപോലെ കാണിച്ചുതരാം, ലൈറ്റ് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് സ്റ്റാൻഡിങ് ഷവർ, അതിനൊരു ഡോറും ഉണ്ട്. നമ്മൾ പുറത്തേക്ക് തന്നെ പോവാം. സെയിം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ എത്തി. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം അവിടെ വേറൊരു അപ്സ്റ്റേഴ്സിലൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ഒരു എന്താണ് ഫാമിലി പ്ലേസ് എന്നൊക്കെ പറയാം. ഞങ്ങൾ രാത്രി കുട്ടികളൊക്കെ ആയിട്ട് വീക്കെൻഡ്സിലൊക്കെ മൂവിയൊക്കെ കാണാൻ വേണ്ടി ഇരുന്നിട്ട്, പിന്നെ ഈ സോഫ ഒരു ബെഡാക്കിയിട്ട് നിവർത്തിയിട്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം ഇതാന്ന് പറയാം. ചെറിയൊരു ഹാങ്ങിങ് ചെയർ ഉണ്ട്. വീക്കെൻഡ്സിലൊക്കെ മാത്രമേ സമയം കിട്ടാറുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാവരും കുട്ടികൾ സ്കൂളിൽ പോകും, ഹസ്ബൻഡ് ജോലിക്ക് പോകും. പിന്നെ ഇത് ലെഫ്റ്റ് സൈഡിൽ വേറെ, ഇത് ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ഒരു വാഷ്റൂമാണ്. ഒരു വാഷ്റൂം സ്പേസും പിന്നെ ഒരു ടബും, ബാത്ത് ടബും ആയിട്ട്. പിന്നെ ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ കിടക്കാറുള്ളൂ, ഗസ്റ്റൊന്നും അധികം ഉണ്ടാവാറില്ല, അത് വേറെ കാര്യം. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ വരും, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെറിയ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിനൊരു ക്ലോസറ്റ് സ്പേസും ഉണ്ട്, ക്ലോത്ത്സൊക്കെ വെക്കാനായിട്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് വരുമ്പം ചെറിയൊരു വാൾ ഡെക്കോർ, ഒരു പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് ഞാനിവിടെ നമ്മളുടെ ബ്ലാങ്കറ്റ്സ്, ബെഡ്ഷീറ്റ്സ് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു അനദർ ഷെൽഫ് ക്ലോസറ്റ്. പിന്നെ ഇനി ഇത് ഒരു ബെഡ്റൂം,
ഒരു ചെറിയ ബെഡ്റൂമാണ്. അതിനൊരു ക്ലോത്ത്സ് വെക്കുന്ന വേറൊരു ക്ലോസറ്റ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ബെഡ്റൂമിൽ കൂടെ തന്നെ ഈ ബെഡ്റൂമിനും അടുത്തൊരു ബെഡ്റൂമിനും കൂടെ ഒരു വാഷ്റൂമാണ്. അപ്പം 2 പേർക്കും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് അതിന് ഇതിൻ്റെ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിലേക്ക് എത്തും. ഇതാണ് ആ വാഷ്റൂം. അപ്പോൾ ഇവിടെ കുറച്ച് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഇങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഒരു ബാത്ത് ടബും ഉണ്ട് സൈഡിലായിട്ട്, റൈറ്റ് സൈഡിൽ കണ്ടോ, ഇതാണ് ബാത്ത് ടബ്. പിന്നെ ഈ വാഷ്റൂമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇതിങ്ങനെ ഒരു ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഇതെൻ്റെ മോൻ്റെ ബെഡ്റൂമാണ്. അതിനൊരു ക്ലോസറ്റ് സ്പേസ്. അപ്പോൾ ഇവിടെ ഒരു ക്ലോസറ്റും കൂടെയുണ്ട്. മോൻ്റെ ബെഡ്റൂമാണ്. പിന്നെ നമ്മൾ അതും കഴിഞ്ഞ് മുമ്പിലേക്ക് വരുമ്പം റൈറ്റ് സൈഡിലൊരു ലോണ്ട്രി റൂമാണ്. അവിടെയാണ് വാഷിംഗ് മെഷീനും ഇതൊക്കെ ഉള്ളത്. വാഷിംഗ് മെഷീൻ, ഡ്രയർ ഒക്കെ സെപ്പറേറ്റ്. വാഷിംഗ് മെഷീൻ, ഡ്രയർ ഇവിടെ സെപ്പറേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ലിവിങ് സ്പേസിലെത്തി. അത്രയാണ് ഈ വീടുള്ളത്. പിന്നെ ഇത് സെയിം സ്ട്രീറ്റിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഇട്ട് അന്ന് ഞാനൊരു ക്രിസ്മസ് ഡെക്കറേഷൻ്റെ കാണിച്ചത് ആണ് ദൂരെ കാണുന്നത്. വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ കാറ് നിർത്തിയിട്ടുണ്ട്, ഗരാജ്, ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട്. ഒരു ഈവനിങ് ടൈം ആയപ്പോൾ, നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വൈകുന്നേരത്തെ സമയത്താണ്. പക്ഷെ വേഗം രാത്രിയാവും ഇവിടെ. അപ്പോൾ വിൻ്റർ ടൈമും കൂടി ആയതുകൊണ്ട് വേഗം രാത്രിയാവും. കണ്ടോ, ഒന്നും ബേഡ്സും ഒന്നുമില്ല. ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി എന്ന് പറയാൻ പറ്റില്ല, ഇലകളൊക്കെ കൊഴിഞ്ഞ്. ആ ഒരു വിൻ്റർ ടൈം ആയതുകൊണ്ട് സ്നോ ഒന്നുമില്ല. സ്നോ വരുമ്പോഴത്തേന് ഞാൻ വേറെ നല്ലൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ നൈറ്റ് വ്യൂ, ആ സ്ട്രീറ്റിൻ്റെ. Thank you.